രസകരമായിട്ടുള്ള സ്റ്റാറ്റിക്കാണ് അത്. ലയണൽ മെസ്സിക്ക് എന്താണ് ലക്ഷ്യം വെക്കേണ്ടത്, ലോക കിരീടം തന്നെ പ്രധാനം. അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുമോ എന്ന് പോലും സംശയകരമാണ്. ഓക്കെ, ഇന്നാണ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ഫൈനൽ ഡേ, ലോകകപ്പിന്റെ ഫൈനൽ, അർജന്റീന വേഴ്സസ് സ്പെയിൻ. അതായത് അറ്റ്ലാന്റിക്കിന്റെ തീരങ്ങളിലുള്ള രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുകയാണ്. എപ്പോഴും വല്ലാത്ത ബന്ധം സൂക്ഷിക്കുന്ന സ്പെയിനിലെ ലാലിഗയിൽ നിർണായക സ്വാധീനമുള്ള അർജന്റീന താരങ്ങൾ, മെസ്സി കളിച്ചു വളർന്ന സ്പെയിൻ, ഒരേ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ, ഒരുപാട് സംസ്കാരത്തിൻ്റെയും ഒരു കുടിയേറ്റത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും ഒക്കെ വലിയ ചരിത്രമുണ്ട് സ്പെയിനും അർജന്റീനയ്ക്കും. അങ്ങനെ എപ്പോഴും ചേർന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ന് ലോകവേദിയിൽ പോരിനിറങ്ങുന്നത്. എന്താണെങ്കിലും ഒരു സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യം ലോക ഫുട്ബോളിൽ, അത് ഒന്ന് യൂറോപ്പിൽ നിന്നും ഒന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമാണെന്നുള്ള വ്യത്യാസം മാത്രം. എങ്കിൽ പോലും ഇന്ന് ലോകവേദിയിൽ പന്തുരുളാൻ പോവുകയാണ് 12:30 ചാമ്പ്യന്മാരെ നിശ്ചയിക്കാൻ. അർജന്റീനയുടെ മനസ്സിൽ അത് തുടർച്ചയായ 2ാം കിരീടം, സ്പെയിന് 2ാമത്തെ കിരീടം. നേരത്തെ ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഈ മെസ്സിക്ക് എന്തൊക്കെ ആലോചിച്ചാലാണ് കളിക്കണം, കളിപ്പിക്കണം, ഗോളടിക്കണം, ഗോൾ അടിപ്പിക്കണം, ഇനി ഗോൾഡൻ ബൂട്ട്, ഓൾ ടൈം ഗോൾ സ്കോറിംഗ്, എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ആലോചനകൾ അർജന്റീനയുടെയും സ്പെയിന്റെയും? ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ആ ഓൾ ടൈം ടോപ്പ് സ്കോറും ഗോൾഡൻ ബൂട്ടും പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ ടീം മുഴുവൻ കളിക്കുന്നത് ലിയോണൽ മെസ്സിക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലിയോണൽ മെസ്സിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും കൂടെയുള്ള എല്ലാ സഹതാരങ്ങൾക്കും. അദ്ദേഹത്തിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് തരുമ്പോഴും അങ്ങനെ അർജന്റീന കളിക്കുകയാണെങ്കിൽ മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സി ചിന്തിക്കുന്നത് എന്താണ്? ലോകകപ്പ് ജയിക്കണം, ഈ ടീമിനെ ഓരോ താരങ്ങൾക്കും ലോകകപ്പ് മെഡൽ ഇടാനുള്ള ഒരു അവസരം കൊടുക്കണം. അതുകൊണ്ട് മെസ്സി എന്ന അൾട്ടിമേറ്റ് ടീം പ്ലെയർ, ആ ഇതിഹാസ താരം ഇന്ന് ജയിക്കാൻ വേണ്ടി കളിക്കുമ്പോൾ സഹതാരങ്ങൾ ആദ്യം ജയിക്കാൻ വേണ്ടി കളിച്ചിട്ട് പിന്നെ മെസ്സിയുടെ ഇൻഡിവിജ്വൽ റെക്കോർഡിന് വേണ്ടി കളിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്, ആ ഒരു പക്ഷമുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ തന്ത്രങ്ങളെല്ലാം പാളിപ്പോകും. മറുവശത്ത് സ്പെയിൻ ആവട്ടെ എത്രയധികം ബഹുമാനത്തോടെ നോക്കുന്ന ഒരു താരമാണ് എതിർനിരയിൽ ഉള്ളതെങ്കിലും, ഇതിഹാസമാണ് എതിർനിരയിൽ ഉള്ളതെങ്കിലും, അദ്ദേഹത്തിനെ അനുകരിക്കുന്നവരാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും കളിക്കളത്തിൽ എത്തുമ്പോൾ ഇതെല്ലാം മറക്കും. ബാഴ്സലോണയുടെ എത്ര താരങ്ങളുണ്ടെങ്കിലും ഒന്നും കളിക്കളത്തിലെ ഈ 90 മിനിറ്റോ അല്ലെങ്കിൽ 120 മിനിറ്റിലോ പെനാൽറ്റിയിലോ ഒന്നും ബാധകമാവില്ല. അവർ ജയിക്കാൻ വേണ്ടി, കിരീടം ഉയർത്താൻ വേണ്ടിയാണ് കളിക്കുന്നത്. സ്പെയിനും നല്ല വാശിയോടെ കളിക്കും. പക്ഷെ ഒരു മുൻതൂക്കം, പ്രത്യേകിച്ച് ആ സെമി പെർഫോമൻസിന് ശേഷം ആ മുൻതൂക്കം ഞാൻ നൽകുന്നത് അർജന്റീനയ്ക്ക് തന്നെയാണ്. റൈറ്റ്, ഓക്കെ. ജോസഫ്, ഈ പറഞ്ഞതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലയണൽ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട്, ഓൾ ടൈം ലീഡിംഗ് ഗോൾ സ്കോറർ, ഇതൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു ഫാക്ടർ പ്ലെയേഴ്സിൽ ഇഞ്ചക്ട് ചെയ്യാൻ സ്കലോണിക്ക് കഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ ഊർജ്ജമല്ലേ. ആ അർജന്റീന ടീമിനെ ഇത്രമാത്രം ഉത്തേജിപ്പിക്കാൻ മറ്റൊന്നും ഉണ്ടാകില്ല. അവർക്ക് ലയണൽ മെസ്സി എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. ലയണൽ മെസ്സിക്ക് വേണ്ടി ഒരുമിക്കുന്ന ഒരു സംഘം, അയാളുടെ സ്വപ്ന നേട്ടത്തിലേക്ക്, അയാളുടെ വേറൊരു വീരപരിവേഷം ലഭിക്കുന്ന ഇതിഹാസ തുല്യ പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അവരിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുക മെസ്സിയേക്കാൾ. അപ്പോൾ അതൊരു ഫ്യൂവൽ ഫാക്ടറായി, ഒരു ഇഞ്ചക്റ്റിംഗ് ഫാക്ടറായി സ്കലോണിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അർജന്റീനയെ പിടിച്ചുവിടുക പ്രയാസമായിരിക്കില്ലേ? യെസ്, അതിലൊരു ആ പറഞ്ഞതിനൊരു വലിയ വസ്തുതയുണ്ട്, അത് ശരിയാണ് താനും. പക്ഷേ അത് തന്നെയല്ല അതിന്റെ നെഗറ്റീവും. അങ്ങനെ ഒരു ക്ലിയർ ആൻഡ് പ്രൊഡിക്റ്റബിൾ പാറ്റേൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പന്തും മെസ്സിയെ കൊണ്ട് അടിപ്പിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എതിരാളികൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവില്ലേ? അല്ലെങ്കിൽ മെസ്സിക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളതാവില്ലേ സ്പാനിഷ് തന്ത്രം? ആ സപ്ലൈ കട്ട് ചെയ്താൽ അവർ വിജയിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മത്സരത്തിൽ ലീഡ് എടുത്തതിന് ശേഷം ഈ ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ആ ലീഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കും സ്കലോണിയും പരിശീലകർക്ക് എല്ലാവർക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലീഡ് എടുത്ത് കളി ഉറപ്പിച്ചതിന് ശേഷം പിന്നെ മെസ്സിയുടെ കാര്യം, ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് ആലോചിക്കാം. ആദ്യം ടീം പിന്നെ ഇൻഡിവിജ്വൽ എന്നൊരു മെന്റാലിറ്റി ആവും നല്ലത് എന്ന് തോന്നുന്നു. ഓക്കെ, റൈറ്റ്. ഞാൻ ജോസഫിലേക്ക് മടങ്ങിയെത്താം. ഈ സ്കലോണിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ അർജന്റീനയും സ്പെയിനും ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ആശാനും ശിഷ്യനും തമ്മിലുള്ള മത്സരം കൂടിയാണ്. അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണിയുടെ അധ്യാപകനാണ് സ്പാനിഷ് പരിശീലകനായ ലൂയിസ് ഡി ലാഫ്യൂണ്ടെ. ഇംഗ്ലണ്ടിനെ അർജന്റീന തോൽപ്പിക്കും മുൻപേ സ്പാനിഷ് പരിശീലകൻ പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്ക് ഫൈനലിൽ അർജന്റീനയെ നേരിടാനാണ് ആഗ്രഹമെന്ന്. അതിന്റെ കാരണം തേടി പോകുമ്പോഴാണ് ആശാന്റെ മനസ്സിലിരിപ്പ് വ്യക്തമായത്. എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്ന എതിരാളിയെന്ന ആലോചനയായിരുന്നില്ല അതെന്ന് വ്യക്തം. ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും വന്ന അഭിപ്രായ പ്രകടനമാണ്.
2017 സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷന്റെ അക്കാദമിയിൽ പരിശീലകർക്കായി ഒരു കോച്ചിംഗ് സെഷൻ. അന്ന് സ്കലോണി അവിടെ പഠിക്കാനെത്തിയപ്പോൾ അധ്യാപകനായിരുന്നു ലൂയിസ് ഡി ലാഫ്യൂണ്ടെ. കളി അവസാനിപ്പിച്ച് 2 വർഷം പിന്നിടുമ്പോഴായിരുന്നു സ്കലോണി പരിശീലകരുടെ കോച്ചിംഗ് ക്യാമ്പിൽ ചേർന്നത്. സ്പെയിനിന്റെ യൂത്ത് ടീമിന്റെ ചുമതലക്കാരനായിരുന്ന ഫ്യൂണ്ടെയാണ് സ്കലോണി ഉൾപ്പെടെ യുവ പരിശീലകർക്ക് ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത്. അന്ന് ലാ റൊസാസിൽ പഠിച്ചെടുത്ത പാഠങ്ങൾ ഇന്ന് ഒന്നൊന്നായി പയറ്റുകയാണ് സ്കലോണി. 2024 കോപ്പ അമേരിക്കയ്ക്കിടെ അക്കാദമി കാലഘട്ടത്തെക്കുറിച്ചും ഡി ലാഫ്യൂണ്ടെയുമായുള്ള ബന്ധത്തെക്കുറിച്ചും സ്കലോണി സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു. ഇപ്പോഴും ഫോണിലൂടെ സംസാരിക്കാറുണ്ട് എന്നാണ് സ്കലോണി വെളിപ്പെടുത്തിയത്. സ്കലോണിയെ മാസ്റ്റർ എന്നാണ് ഡി ലാഫ്യൂണ്ടെ ഇടയ്ക്ക് വിശേഷിപ്പിച്ചത്. ഒരു മുൻ വിദ്യാർത്ഥിക്ക് അധ്യാപകനിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വിശേഷണം. സ്പെയിനിൽ നിന്ന് വിദഗ്ധ പരിശീലനം തേടിയെന്നത് മാത്രമല്ല സ്കലോണിയുടെ സ്പാനിഷ് ബന്ധം. സ്കലോണിയുടെ ഭാര്യ സ്പാനിഷ് വംശജയാണ്. അവരുടെ മക്കൾ ജനിച്ചതും വളരുന്നതും സ്പെയിനിലാണ്. മാത്രമല്ല ഡെപ്പോർട്ടീവോ ലാ കറുന, റേസിംഗ് സ്റ്റാൻഡാർഡർ മയോർക്ക എന്നീ സ്പാനിഷ് ക്ലബ്ബുകൾക്കായി വർഷങ്ങളോളം കളിക്കുകയും ചെയ്തു. അങ്ങനെ ആശാനും ശിഷ്യനും മുഖാമുഖം എത്തുകയാണ്. ലോകകപ്പ് നേടി ഇതിനോടകം മാസ്റ്ററാണെന്ന് തെളിയിച്ച ശിഷ്യന് മുന്നിൽ ആശാന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയെന്ന് കാത്തിരിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.